റേഷൻ കാർഡ് പുതുക്കലുമായി ബന്ധപ്പെട്ട് സിവിൽ സപ്ലൈസ് വകുപ്പ് റേഷൻ വ്യാപാരികളെ ബലിയാടാക്കുന്നതായി ആരോപണം. കാർഡ് പുതുക്കലിനായി സർക്കാർ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുമ്പോൾ റേഷൻ വ്യാപാരികൾക്ക് ഒന്നും ലഭിച്ചില്ലെന്ന് ഇവർ പറയുന്നു. നിലവിൽ തന്നിരിക്കുന്ന ഫോമുകളിൽ ഗുരുതര പിഴവുകളാണുള്ളതെന്ന് കാർഡ് ഉടമകളും വ്യക്തമാക്കുന്നു. മുമ്പ് കാർഡ് ഉടമകൾ പൂരിപ്പിച്ച് തിരിച്ചേൽപ്പിച്ച അപേക്ഷാ ഫോമുകളുടെ ഡാറ്റ എൻട്രി സമയത്ത് വലിയ തെറ്റുകളാണ് വന്നുകൂടിയത്. ഇത് തിരുത്തുന്നതിനാണ് തിരുത്തൽ ഫോറം നൽകുമെന്ന് പൊതുവിതരണ വകുപ്പ് അറിയിച്ചത്. തിരുത്തൽ ഫോറം റേഷൻ കടകളിൽ എത്തിച്ചു തരുമെന്നും തിരുത്തിയ ഫോറങ്ങൾ കടകളിൽ വന്ന് ശേഖരിക്കുമെന്നുമാണ് റേഷൻ കടക്കാരുമായുള്ള ചർച്ചയിൽ സർക്കാർ വ്യക്തമാക്കിയത്. എന്നാൽ ഫോറം കടകളിൽ എത്തിച്ചു തരാതെ റേഷൻ വ്യാപാരികളെ ഭീഷണിപ്പെടുത്തി നേരിട്ട് സപ്ലൈ ഓഫീസിൽ വന്ന് ശേഖരിക്കണമെന്നാണ് നിർദ്ദേശിച്ചതെന്ന് റേഷൻ വ്യാപാരികൾ ആരോപിക്കുന്നു. കാർഡ് ഉടമകൾക്കാണ് 5 ദിവസമാണ് സമയം കൊടുത്തത്. ഫോറം എത്തിയതിന് ശേഷം 5 ദിവസം കൊണ്ട് ഒരിക്കലും ഇത് പൂർത്തീകരിക്കാൻ കഴിയില്ല. ഫോട്ടോ എടുക്കുന്നതിന് ഞങ്ങൾക്ക് എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞത്, ഫോട്ടോ എടുക്കാൻ ഫോറം കൊടുക്കൽ മുതൽ ഫോട്ടോ എടുക്കുന്നത് വരെ ഓരോ വ്യാപാരിക്കും 5000 മുതൽ 15000 രൂപ വരെ ചെലവ് വന്നിട്ടുണ്ട്. കാർഡ് പുതുക്കുന്നതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് സർക്കാർ പല ആനുകൂല്യങ്ങളും നൽകി. എന്നാൽ ഇതുവരെ ഒരു ആനുകൂല്യങ്ങളും ലഭിക്കാത്ത റേഷൻ വ്യാപാരികളുടെ മേൽ ഇതുമായി ബന്ധപ്പെട്ട ജോലികൾ അടിച്ചേൽപ്പിക്കുകയാണെന്ന് ഇവർ ആരോപിക്കുന്നു. ഗുരുതര പിഴവുകളാണ് തിരുത്താൻ തന്നിരിക്കുന്ന ഫോമുകളിലുള്ളതെന്ന് കാർഡ് ഉടമകൾ പറയുന്നു. യഥാർത്ഥ രേഖകളും ആധാർ ID കാർഡ് ഉൾപ്പെടെയുള്ള യഥാർത്ഥ രേഖകൾ 1-ാം ഘട്ടത്തിൽ നൽകിയ കാർഡ് ഉടമസ്ഥന് 3-ാം ഘട്ടത്തിൽ റേഷൻ കട മുഖാന്തരം ലഭിച്ച തിരുത്തൽ ഫോമിലും അതേ തെറ്റ് തന്നെ ആവർത്തിച്ചിരിക്കുകയാണ്. ഈ മാസം 13-ാം തീയതിയാണ് തിരുത്തൽ വരുത്തിയ ഫോമുകൾ തിരിച്ചേൽപ്പിക്കുവാനുള്ള അവസാന തീയതിയായി സർക്കാർ പ്രഖ്യാപിച്ചത്. വി നസീബ്, റിപ്പോർട്ടർ, കോഴിക്കോട്.